കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 12:20 ഇവിടെ ഋഷിക്കുട്ടൻ നല്ല ഉറക്കമായിട്ടോ. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്നൊരു ട്രിപ്പ് പോകാനൊരു ഉൾവിളി വന്നു. അപ്പം ജാനുകുട്ടി ഭയങ്കര ഹാപ്പി, നിന്ന നിപ്പിലെല്ലാം പാക്ക് ചെയ്തു ഇറങ്ങി. എങ്ങോട്ടാണ് ഈ പോകുന്നതെന്നറിയോ? കന്യാകുമാരിക്ക്. അങ്ങനെ നല്ലൊരു തമാശയോടുകൂടി നമ്മളിതേ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഏകദേശം ഒരു 1 മണിയായിരുന്നു കേട്ടോ രാത്രി. അപ്പോൾ ദേ ഇവിടെ തമ്പാനൂരൊക്കെ എത്തിയപ്പോൾ റോഡൊക്കെ നല്ല ലൈവാണ്. നമുക്ക് അങ്ങനെ ഒരു അർദ്ധരാത്രി പോകുന്നു എന്നുള്ളൊരു ഫീലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ കന്യാകുമാരിയിൽ നിങ്ങൾ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്, അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലവും കിട്ടിയില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ എന്തോ എനിക്ക് കന്യാകുമാരിയായിട്ടൊരു വല്ലാത്തൊരു ആത്മബന്ധമാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഇനി ഓരോരോ കാഴ്ചകൾ അവിടുത്തെ കാണിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു നൈറ്റ് ഡ്രൈവ് ഏകദേശം 2.5-3 മണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ. വെളുപ്പിന് ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ കന്യാകുമാരി എത്തിയത്. അപ്പോൾ നമ്മൾ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് അതൊക്കെ എൻജോയ് ചെയ്ത് വിഷ്ണുവിന് ഉറക്കമൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മളിന്ന് വിശേഷമൊക്കെ പറഞ്ഞ് അതുപോലെ ഇടയ്ക്ക് പെട്രോൾ പമ്പിൽ ഇറങ്ങി പെട്രോളൊക്കെ അടിച്ചു. വഴിയിൽ നിന്ന് ഒരു ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചു. ഇതൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു 2-2.5 മണിക്ക് നടക്കുന്ന കഥകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു അൺപ്ലാൻഡ് ട്രിപ്പ് പോകാറുണ്ട്. അതിൻ്റെ ഒരു സുഖം വേറെ. നമ്മൾ പ്ലാൻ ചെയ്തൊരു യാത്ര പോകുന്നതിനേക്കാളും പെട്ടെന്ന് നിന്ന് നിപ്പിൽ അൺപ്ലാൻഡ് ആയിട്ടൊരു യാത്ര എന്ന് പറഞ്ഞാൽ അതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. എനിക്കിത് ഒന്നുള്ള ശീലമല്ല കേട്ടോ. എൻ്റെ അച്ഛൻ പണ്ട് ഇതുപോലെയാണ്. പുള്ളി ഗൾഫിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് കുഞ്ഞിലെയൊക്കെ ഇതുപോലെ നിന്ന നിപ്പിൽ പറയും നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന്. അപ്പം ഞങ്ങൾ 3 പേരുണ്ട്. അപ്പം 3 പേരെയും കൊണ്ടിട്ട് പോകാൻ എളുപ്പമുള്ളൊരു സ്ഥലം കന്യാകുമാരിയാണ്. അപ്പോൾ ഒന്നാമത്തത് ഒരു നൊൾസ്റ്റാൾജിയാണ് എനിക്ക് കന്യാകുമാരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ വെളുപ്പിന് 4 മണിയായപ്പോഴത്തേനും ഞങ്ങൾ ഇവിടെ എത്തി. അപ്പം നമ്മളെടുത്ത ഹോട്ടലിൻ്റെ പേര് മാദിനി എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ബാൽക്കണി വ്യൂ നല്ല രീതിയിൽ നമുക്ക് സീയിലോട്ടുള്ളൊരു വ്യൂ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ഥിരം ഇവിടെ വരുമ്പോൾ എടുക്കുന്നൊരു ഹോട്ടലും മാദിനി തന്നെയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും 4 മണിയായപ്പോൾ വന്നിടനെ തന്നെ കിടന്നുറങ്ങി. ഞാനൊരു 6 മണിക്ക് അലാറമൊക്കെ സെറ്റ് ചെയ്തു. രാവിലെ എണീറ്റ് സൺറൈസ് കണ്ടു. ഇതാണ് എനിക്ക് രണ്ടാമത്തെ എന്നെ കന്യാകുമാരിയിലേക്ക് ആകർഷിക്കുന്ന ഒരു കാര്യം. അതെന്ന് വെച്ചാൽ ഈ ഒരു കാഴ്ച ഉണ്ടല്ലോ, എനിക്കെന്തോ ഭയങ്കര മനസ്സിനൊരു സന്തോഷം തരുന്നൊരു കാഴ്ച തന്നെയാണ് ഈ ഒരു സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നതും ആ ചുറ്റുപാടും ആ കടലിലെ തിരയും ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഈ ഒരു കാഴ്ച കാണുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നൊരു പാട്ടുണ്ട് കേട്ടോ. പൊന്നുഷസിന്നും നീരാടുവാൻ വരുമീ. ഈ ഒരു സോങ് ആണ് ഇത്. ലാസ്റ്റ് ടൈം ഞാൻ കന്യാകുമാരി പോയൊരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഈ ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് അത് കോപ്പിറൈറ്റ് അടിച്ചിട്ട് അത് മൊത്തത്തിൽ ആ ഓഡിയോ തന്നെ അതിൽ നിന്ന് അങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് ഒന്ന് മൂളിയത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്നാൽ ഈ സൺറൈസ് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ ഈ വിവേകാനന്ദ റോക്സും അതുപോലെ വള്ളുവറിൻ്റെ സ്റ്റാച്ചുവും അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജും ഇതൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് മാത്രമല്ല ദേ ഇതുപോലെ കുറേ പെയിൻറ്റ് ചെയ്ത് ബോട്ടൊക്കെ കരയിലിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഈ ഒരു ചെറിയ പാസേജിൽ ഒത്തിരി ആൾക്കാർ ഈ സൺറൈസ് കാണാൻ വന്നിട്ടുണ്ട്. അതായത് ഒരു 100 കണക്കിന് ആൾക്കാരെങ്കിലും ഉണ്ടാവും കേട്ടോ ഈ ഒരു സമയത്ത്. എന്തായാലും എൻ്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സൺറൈസൊക്കെ കണ്ടിട്ട് വീണ്ടും കിടന്നുറങ്ങി. എന്നിട്ടൊരു 9:30 ആയപ്പോഴത്തേനും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടി പോയായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് ഇഡലി, അതുപോലെ തന്നെ എന്തായിരുന്നു പൂയി മസാല, ഉപ്പുമാവ്, അങ്ങനെ ഒത്തിരി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഇപ്പോൾ കന്യാകുമാരിയിൽ വന്ന ഈ മാദിനി എന്ന് പറയുന്നൊരു ഹോട്ടൽ വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇതുപോലെ സൺറൈസും കാര്യങ്ങളൊക്കെ കാണാനായാലും അവിടുത്തെ ഒരു വൃത്തിയൊക്കെ ആയാലും ഒക്കെ. ഇത് അതിന് കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു ഗ്രൗണ്ടാണ്, ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ താഴെയുള്ളൊരു ഗ്രൗണ്ടാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഓടി കളിക്കാനൊക്കെ ഉള്ള അത്യാവശ്യം സ്പേസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇതേ ഒരു കുഞ്ഞ് അമ്പലം ഉണ്ട് കേട്ടോ. അത് ഈ ഹോട്ടലിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്, ഈ ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു അമ്പലം ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത മാദിനി എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ ചുറ്റുപാടൊക്കെ കേട്ടോ. ഇതതിൻ്റെ എൻട്രിയാണ്. അപ്പോൾ മൊത്തത്തിലൊരു നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ. അപ്പോൾ ആര് വന്നാലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു ഹോട്ടലായിരിക്കും. ഇവിടുന്ന് ബീച്ചിലേക്ക് പോകാൻ എളുപ്പമാണ് കേട്ടോ. നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഇവിടെ വുഡിൽ വിവേകാനന്ദ റോക്സിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ വേഷനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ആംബിയൻസും ഒക്കെ നല്ലതായിരുന്നു ഈ ഒരു ഹോട്ടലിൻ്റെ.
അത് മാത്രമല്ല ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നിന്നാലും സൺറൈസ് കാണാനുള്ളൊരു ഇത് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഓപ്പണിംഗ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ റൂമിൽ വന്നു. ഏകദേശം ഒരു 10:30 11 ആയപ്പോഴത്തേനും ഞങ്ങൾ വിവേകാനന്ദ റോക്സിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേനും നല്ല റഷായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഇതുപോലെ സൂം ചെയ്ത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുമായിരുന്നു ആ ഗ്ലാസ് ബ്രിഡ്ജിലും അതുപോലെ വിവേകാനന്ദ റോക്സിൻ്റെ അവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നടന്നിട്ടാണ് ഈ ഒരു ബോട്ടിൻ്റെ അവിടേക്ക് പോയത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്, നമുക്ക് അടുക്കാൻ പറ്റാത്ത ക്യൂ ആയിരുന്നു. അപ്പം 300 രൂപയുടെ ആണ് അവിടെ VIP ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്പെഷ്യൽ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് പോകാനായിട്ട് നിന്നപ്പോഴാണ് ഒരു ചേട്ടൻ അവിടെ വന്നിട്ട് AC ബോട്ടുണ്ട്, 550 റുപ്പീസിന് തന്നാൽ മതി എന്ന് പറഞ്ഞു. 450 AC ബോട്ടിനും അതുപോലെ 100 ഗ്ലാസ് ബ്രിഡ്ജ് പോകാനുള്ളൊരു റേറ്റാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല, അതാകുമ്പോഴത്തേനും ക്യൂ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അത് ബുക്ക് ചെയ്തു. ഞങ്ങൾ അതിലേക്ക് കയറി. അപ്പോൾ ഈ ബോട്ടിലേക്ക് പോകുന്ന വഴിയുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. കരിക്കും കരിമ്പിൻ ജ്യൂസും ഒക്കെ വിൽക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഈ അവിടെ വിവേകാനന്ദ റോക്സിലൊക്കെ പോയിട്ട് വരുന്നവർ ഇതൊക്കെ വാങ്ങി ആ ഒരു ക്ഷീണം തീർക്കാനായിട്ട്, കാരണം അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ വാങ്ങി കുടിക്കുന്നുണ്ട്. പിന്നെ അത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ വൃത്തിയായിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ കന്യാകുമാരി ഇങ്ങനെയേ അല്ലായിരുന്നു, ഒട്ടും ഹൈജീൻ അല്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ്, കാരണം ടോയ്ലറ്റ് ആയാലും അതുപോലെ ഇപ്പോൾ വാഷ് ബേസിൻസ് ആയാലും എല്ലാം ഇപ്പം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് AC ബോട്ടിൻ്റെ അടുത്തേക്ക് നടന്ന് നീങ്ങുവാണേ. അപ്പോൾ 2 ബോട്ട് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിലൊരു ബോട്ടിൽ കൂടെ കയറിയിട്ട് വേണം അടുത്ത AC ബോട്ടിൻ്റെ എൻട്രിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് കയറി. കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ, എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് അറിയാനായിട്ട്. കാരണം പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെ ഒരു ബോട്ട് ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രതീക്ഷയൊന്നും തെറ്റിയില്ല. ബോട്ട് ശരിക്കും ഗ്രാൻഡ് ലക്ഷറിയസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ, അത്ര നല്ല സെറ്റപ്പായിരുന്നു. അവിടെ ബോട്ടിനകത്ത് തന്നെ നമുക്ക് ലേഡീസ് ടോയ്ലറ്റും ജെൻസ് ടോയ്ലറ്റും അതുപോലെ നല്ലൊരു ഫ്ലോറിങ്ങും ലൈറ്റ്സും മൊത്തത്തിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഏകദേശം സീറ്റൊക്കെ ഫിൽഡായിരുന്നു, നമുക്ക് ബാക്ക് സീറ്റായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും സേഫ്റ്റി ജാക്കറ്റ്സ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബോട്ടിൽ കയറാനായിട്ട് കുട്ടികൾക്ക് ടിക്കറ്റ്സിൻ്റെ ആവശ്യമില്ലായിരുന്നു, അഡൽസിന് മാത്രം ടിക്കറ്റ് എടുത്താൽ മതിയായിരുന്നു. ഈ ബോട്ട് മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ നല്ല കാഴ്ചയായിരുന്നു കേട്ടോ. മൊത്തത്തിൽ നമുക്ക് ആദ്യം ഒന്ന് പേടിയാവും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഉലയുന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ആ ഒരു വ്യൂ, അത് ഈ ഒരു ബോട്ടിനകത്തിരുന്നിട്ട് കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് അനൗൺസ്മെൻ്റ് ഒക്കെ നമുക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു, കാണുന്ന കാര്യങ്ങളെയൊക്കെ കുറിച്ച് അവർ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ ബോട്ടിൽ അവിടെ നല്ല സോങ്സ് പ്ലേ ചെയ്യാൻ തുടങ്ങി. എന്നുവെച്ചാൽ നല്ല അടിപൊളി വൈബുള്ളൊരു സോങ്സ് ഒക്കെ പ്ലേ ചെയ്ത് തുടങ്ങി. അപ്പോൾ പാട്ടൊക്കെ കേട്ട് എല്ലാവരും പതുക്കെ ഓരോ വൈബിലോട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഡപ്പാങ്കൂത്ത് സോങ് ഒക്കെ ഇട്ടിട്ട് ആൾക്കാരൊക്കെ കിടന്ന് കളിക്കാൻ തുടങ്ങി കേട്ടോ. എന്നുവെച്ചാൽ ഒരു പരിചയമില്ലാത്ത ആരൊക്കെയോ ആണ്, പക്ഷെ അവിടെ വന്ന് അവർക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇപ്പോൾ തമിഴിയൻസ് ആയാലും അതെ, നോർത്ത് ഇന്ത്യൻസ് ആയാലും അതെ, എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ചു തുടങ്ങി കേട്ടോ. മൊത്തം ബോട്ടിനകത്തുള്ളൊരു വൈബ് തന്നെ മാറിപ്പോയി. ആക്ച്വലി നമ്മളിത് വിവേകാനന്ദ റോക്സിൽ പോകുന്നതാണെങ്കിലും ഈ 1 hour റൈഡിനാണ് അവർ ഈ ഒരു റേറ്റ് വാങ്ങിക്കുന്നത്, ഈ 450 ഒരു റേറ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ എനിക്കെന്തായാലും ആ ബോട്ടിങ് ഒരു മുതലായത് കണക്കാണ് ഫീൽ ചെയ്തത്. കാരണം എല്ലാവരും ഭയങ്കര ഒരു വൈബായിരുന്നു അതിൻ്റെ അകത്ത്. ഈ ചേച്ചിമാരൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്, നമ്മളറിയാതെ കളിച്ചു പോകും കേട്ടോ. അപ്പോൾ തമിഴ് പാട്ട് മാത്രമല്ല, ഒരു മലയാളം പാട്ടായാലും ഹിന്ദി സോങ്ങും ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പതുക്കെ ഡാൻസൊക്കെ കളിച്ച് തുടങ്ങി. എല്ലാവരും മസിൽ പിടുത്തമൊക്കെ വിട്ടിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളുടെ പുറകെയിരുന്നൊരു നോർത്ത് ഇന്ത്യയിലൊരു പുള്ളി ചമ്മച്ചല്ലോ സോങ് ഇട്ടപ്പോഴത്തേനും പുള്ളി അങ്ങ് കളിച്ചു തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇവരൊക്കെ ഇങ്ങനെ ഇത്ര അടിപൊളിയായിട്ട് കളിക്കുന്നതെന്ന് തോന്നിപ്പോകും കേട്ടോ. ഇങ്ങനെ നോർത്ത് ഇന്ത്യൻസും തമിഴിയൻസും ഒക്കെ കളിക്കുമ്പോൾ നമ്മൾ മലയാളികൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ.
ഞാനും ഒരറ്റത്ത് കിടന്നങ്ങ് ഡാൻസ് കളിക്കാൻ തുടങ്ങി കേട്ടോ. കാരണം ആ വൈബിലങ്ങ് കളിക്കാതിരിക്കാൻ തോന്നിയില്ല. അങ്ങനെ നമ്മുടെ 1 അവർ പോയി കിട്ടിയത് അറിഞ്ഞില്ല കേട്ടോ. എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു എൻജോയ്മെൻറ്റും ആയിരുന്നു. അടിച്ചു പൊളിച്ചു. അപ്പം അതാ പറഞ്ഞത്, കന്യാകുമാരിയിൽ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോരോ അനുഭവമാണ്. അപ്പം എനിക്ക് എത്ര വന്നാലും അതുകൊണ്ടൊക്കെ ആയിരിക്കാം മതിയാവാത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ വിവേകാനന്ദ റോക്സിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഈ കാണുന്ന ക്യൂ തിരിച്ചു പോകാനുള്ള ആൾക്കാരാണ് കേട്ടോ. ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നവരുടെ ക്യൂ ആണ്. അപ്പം നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ വൈറ്റ് പെയിന്റ് അടിച്ച ഈ ഒരു വഴി കൂടെയാണ് നടന്നു പോകുന്നത്. അവിടെ ആകുമ്പോൾ വെയിൽ അറിയത്തില്ല, അല്ലെങ്കിൽ കാലൊക്കെ നല്ല പൊള്ളും കേട്ടോ. അപ്പം ഈ ഒരു ലൈനിൽ കൂടെയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാറ്റ്, അതാണ് എനിക്ക് മൂന്നാമത് കന്യാകുമാരിയെ വല്ലാതെ ഇഷ്ടം തോന്നുന്നൊരു കാര്യം. കാരണം അത്ര രസമാണ് ഈ കാറ്റെന്ന് പറയുന്നത്. നമ്മളിങ്ങനെ എടുത്ത് പറത്തി കൊണ്ടുപോകുന്നൊരു ഫീലാണ്. അപ്പം ഇവിടെ വരുന്നവരൊക്കെ ഇവിടെ ഒത്തിരി നേരം വന്ന് ഈ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരുന്ന് വിശേഷമൊക്കെ പറഞ്ഞ് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പം ഇതിനകത്ത് മെഡിറ്റേഷനൊക്കെ ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പോകുന്നവർ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ അടുത്ത് പോയത് വള്ളുവറിൻ്റെ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കയറിയിട്ടാണ് നമ്മൾ ആ ഒരു സൈഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജും ഒരു പുതിയ അനുഭവം തന്നെ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഗ്ലാസ് ബ്രിഡ്ജ് കയറുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നിട്ട് കടൽ കാണാനായിട്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഈ ഗ്ലാസ് ബ്രിഡ്ജ് നല്ല രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ സൈഡിലായിട്ട് ഓരോ ചെറിയ ചെറിയ സ്റ്റാച്യൂസും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതേ കടലൊക്കെ കണ്ടോ കാണുന്നത്. ഈ പാറയിൽ വന്ന് കടൽ അടിക്കുന്നതൊക്കെ നല്ല രീതിയിൽ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും കേട്ടോ. പിള്ളേർക്കൊക്കെ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ അതിങ്ങനെ കാണുന്നത്. അവർ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ വെയിലൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആ വെയിലൊന്നും അങ്ങനെ വലുതായിട്ട് ഫീൽ ചെയ്യത്തില്ല കേട്ടോ. ചിലപ്പോൾ ക്യാപ്പ് വെച്ചിരിക്കുന്നോണ്ടാണോ എന്നറിയില്ല, അങ്ങനെ ഭയങ്കര വെയിലൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം ഈ കാറ്റൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. അങ്ങനെ എന്തായാലും ഒരു 10 മിനിറ്റിൻ്റെ വാക്കുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നടന്ന് നമ്മൾ വള്ളുവറിൻ്റെ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റാച്ചു മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന സ്റ്റാച്ചു ഓഫ് വിസ്ഡം എന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മൊത്തത്തിലൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിന് മേൽഭാഗത്ത് പോകണമെങ്കിൽ നമുക്കൊരു 3 നിലയുണ്ട്. ആ 3 നില കയറിയിട്ടാണ് ഏറ്റവും ടോപ്പിലേക്ക് പോകുന്നത്. അപ്പം ഇതൊക്കെ പാറയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ്. ഒരു 2 പേർക്ക് കഷ്ടിച്ച് നിൽക്കാൻ പറ്റുന്ന അത്ര സ്പേസ് ആണ് ആ ഒരു പോകുന്ന വഴിയിലൊക്കെ ഉള്ളത് കേട്ടോ. ഈ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ അഴികളുണ്ട് കേട്ടോ. അപ്പൊ അതിൽ കൂടെ കടൽ കാണാൻ പറ്റും. അതൊക്കെ കണ്ട് കണ്ട് നമുക്കിങ്ങനെ സ്റ്റെപ്പ് കയറി പോവാം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്തിരിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ 3 നിലയും കയറി ഈ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, അതിലെങ്ങും തൊടരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റാച്ചുവിൻ്റെ കാലിൻ്റെ ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ, വേറെ ഒന്നും നേരെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ പാദത്തിൻ്റെ അടുത്തിരുത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പ്ലീസ് ഡോണ്ട് ക്ലൈംബ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് എന്ത് കാണാം, വിവേകാനന്ദ റോക്സ് കാണാൻ പറ്റും. അപ്പോൾ ഇത് അത്രയും ദൂരെ നടന്നിട്ടാണ് നമ്മളിങ്ങനെ വന്നത്. പക്ഷേ ഈ ഞാൻ പറഞ്ഞില്ലേ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ ഈ കടൽ കണ്ട് വരുന്നതുകൊണ്ട് നമ്മൾ ആ നടക്കുന്നതിൻ്റെ ആഘാതമൊന്നും അറിയത്തില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തു തരാൻ ആളുണ്ട് കേട്ടോ. അതിനപ്പം തന്നെ പ്രിൻ്റ് ആക്കി തരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിന് തിരിച്ച് നമ്മൾ വിവേകാനന്ദ റോക്സിൻ്റെ അങ്ങോട്ട് നടന്നു പോയി കേട്ടോ. ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ തിരിച്ചു പോയി. തിരിച്ചു പോകാനായിട്ട് AC ബോട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ക്യൂ നിന്ന് സാധാ ബോട്ടിൽ തന്നെയാണ് എല്ലാവരും കയറി പോകേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ആ ഒരു യാത്ര നല്ലൊരു യാത്ര തന്നെയായിരുന്നു. നമുക്കൊരു മുഷിച്ചിലൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം പിന്നീട് ഞങ്ങൾ പോയി റൂമിൽ കിടന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള ഞങ്ങളുടെ യാത്രയൊക്കെ നൈറ്റായിരുന്നു. അപ്പോൾ നൈറ്റ് ഞങ്ങൾ ഇവിടെ ഒരു ഫിഷൊക്കെ കഴിക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ആ പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. കാരണം ഇത്രയും വിശേഷം കേട്ട് നിങ്ങൾക്ക് ബോറടിച്ചോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇനി എന്തുകൊണ്ടാണ് കന്യാകുമാരി ഇനി ഇഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. സൺസെറ്റ് കാണാൻ പോകുന്നതും അതൊന്നും ഇത്തവണ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. കാരണം ഞങ്ങളുടെ ഒരു ടൈമിങ് വല്ലാത്തൊരു ടൈമിങ് ആയതുകൊണ്ട് സൺസെറ്റ് കാണാൻ പോകാൻ പറ്റിയില്ല കേട്ടോ.
അപ്പോൾ ഇതാ കേട്ടോ നമ്മൾ തിരിച്ചു വന്നപ്പോൾ കയറിയ ബോട്ട് ഒരു സാധാരണ ബോട്ടായിരുന്നു. ഒരുപാട് മനുഷ്യരും ഉണ്ട് അതിനകത്ത്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാവേ.